ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ രാവിലെ ധൃതി പിടിച്ച് ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ നല്ല പഴുത്ത തക്കാളി കിട്ടി. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ എടുത്തു വെച്ച ഒരു ഇൻട്രോ വീഡിയോയും എടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം ഈ തക്കാളി ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ അടികട്ടിയുള്ള ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ചെറിയ 2 കഷ്ണം കറുകപ്പട്ട, ഇതെല്ലാം കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 2 or 3 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ പൊതുവെ മുളക് ഭയങ്കര കുറവ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 തക്കാളി, മീഡിയം സൈസ് 3 പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇട്ടിട്ട് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി പെട്ടെന്ന് വെന്ത് വഴണ്ട് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയില പൊതുവേ തക്കാളി ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തരും. അപ്പോൾ കുറച്ച് അധികം ചേർക്കാമെന്നുണ്ടെങ്കിൽ ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരി കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് കുതിർക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ആ അരിയാണ് ചേർക്കുന്നത്. അരി കൂടി ചേർത്ത് ഈ അരപ്പുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ആ അരിയും തക്കാളി മിക്സും ഒക്കെ നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. ഒരു വിസിൽ വന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ഈസി ആയിട്ടുള്ള തക്കാളി ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വിസിൽ വന്നതിന് ശേഷം ഒരുപാട് നേരം കുക്കർ അടച്ച് വെച്ചേക്കരുത്. ഇതൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ചോറ് ഒരുപാട് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചോറ് നിങ്ങൾ കണ്ടല്ലോ, എന്ത് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ രാവിലെ ധൃതി പിടിച്ചുള്ള സമയത്ത് സ്കൂളിലേക്കും ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തൈരിൻ്റെയോ അല്ലെങ്കിൽ അച്ചാറിൻ്റെ കൂടെയോ അതോ അല്ലെങ്കിൽ മുട്ടത്തോരൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. കൂടാതെ അതിൻ്റെ കൂട്ടത്തിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ബൈ.